തമിഴ്നാട്ടിൽ കേരളത്തിൽ സി പി എം നേരിടുന്നതിന് സമാനമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് ഡി എം കെ. ഡി എം കെയുടെ തെരഞ്ഞെടുപ്പ് പരാജയം അത് കേരളത്തിലെ സി പി എം നേരിട്ടതിന് സമാനമാണ്. കേരളത്തിലെ സി പി എം എൽ ഡി എഫ് വലിയ തോതിലുള്ള ജനക്ഷേമ പരിപാടികളൊക്കെ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിച്ചു ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കനത്ത ഒരു തിരിച്ചടി, ഒട്ടും പ്രതീക്ഷിക്കാത്ത അളവിലുള്ളൊരു തിരിച്ചടി ലഭിച്ചത്. സമാനമായ അവസ്ഥയാണ് തമിഴ്നാട്ടിലെ ഡി എം കെക്കും. അവിടെയും ഇത്രയും വലിയൊരു പരാജയം ഡി എം കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ സി പി എം ചെയ്തിരിക്കുന്നത് അനുഭാവികളിൽ നിന്നും പാർട്ടിക്ക് പുറത്തുള്ള ആളുകളിൽ നിന്നും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ തേടാനായിട്ട് വാട്സാപ്പ് സംവിധാനവും അതുപോലെ വെബ്സൈറ്റിലൂടെയും സി പി എമ്മിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയൊക്കെ ഒരു സംവിധാനം ഒരുക്കുകയും ആളുകളുടെ അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ ഡി എം കെ തമിഴ്നാട്ടിൽ ഒരു 38 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് ഇരുന്നു. ഈ കമ്മിറ്റി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിച്ച് പാർട്ടി നേതാക്കളുമായി സംസാരിച്ച് കാരണങ്ങളെ, ഈ പരാജയത്തിൻ്റെ കാരണങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റാലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് പാർട്ടിക്കുള്ളിൽ നടന്നിരുന്ന സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ടി വി കെയെ ഒരു വലിയ ഭീഷണിയായി കാണാതിരുന്നു, അവരെ കാര്യമായി വില വയ്ക്കാതിരുന്നു എന്ന ഒരു കാരണം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇത് പൊതുവെ ആളുകൾ വിലയിരുത്തിയിട്ടുള്ള കാരണങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണ് എന്നത് അത്ര വ്യക്തമായിട്ട് ആ റിപ്പോർട്ട് പറയുന്നില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ച് നേതൃത്വത്തിന് നേരെയുള്ള വിമർശനങ്ങളെയൊന്നും ആ റിപ്പോർട്ടിൽ കാര്യമായി പരാമർശിക്കുന്നില്ല എന്നും സൂചനയുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഗതി ഡി എം കെ പോകെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡി എം കെയുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികൾ, ഘടക കക്ഷികൾ ഓരോരുത്തരായി വേർപെട്ടു പോയിരിക്കുന്നു. കോൺഗ്രസ് ആദ്യമേ തന്നെ ടി വി കെയുമായി ജോയിൻ ചെയ്തു, വിജയുമായി ജോയിൻ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അവർ ഡിസിഷൻ എടുത്തു. അത് അത്ര ഡി എം കെയെ സംബന്ധിച്ച് അത്ര വേദനാജനകമൊന്നും ആയിരുന്നില്ല. കാരണം ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. അതുപോലെ മിക്കപ്പോഴും അത് ചെറിയ കക്ഷികൾക്ക്, പ്രത്യേകിച്ച് ഡി എം കെ പോലെയുള്ള പ്രാദേശിക കക്ഷികൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് എടുത്തു വന്നിരുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസ് അവിടെയും എടുത്തു, തമിഴ്നാട്ടിലും എടുത്തു എന്നല്ലാതെ അതിൽ വലിയ ഒരു അത്ഭുതമോ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ പിന്നീട് വിടുതലൈ ചിരതകൾ കക്ഷി, അതുപോലെ മുസ്ലിം ലീഗ് ഒക്കെ വേർപെട്ടു പോയത് അത് തീർച്ചയായും ഡി എം കെക്ക് വലിയ വേദനയുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. കാരണം വിടുതലൈ ചിരതകൾ കക്ഷി ഒരു കാരണവശാലും ഡി എം കെ പോലൊരു കക്ഷിയിൽ നിന്ന് വേർപെട്ടു പോകും എന്ന് ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആ കക്ഷി തന്നെ വി സി കെ തന്നെയും സഖ്യത്തിൽ നിന്ന് ഞങ്ങൾ പോകില്ല, പകരം ഡി എം കെ സഖ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ടി വി കെക്ക് പിന്തുണ കൊടുക്കും എന്നാണ് തുടക്കത്തിലെല്ലാം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവർക്ക് അവിടെ മന്ത്രിപദവി ലഭിക്കുകയും അവരുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്തതോടുകൂടിയിട്ട് അവരുടെ ആ ഒരു പദ്ധതി നടപ്പാവില്ല. ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു ആലോചനയായിരുന്നത്. ഡി എം കെയിൽ പ്രതിപക്ഷത്ത് നിൽക്കുകയും ഭരണപക്ഷത്ത് മന്ത്രിയായിട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ള അതൊരിക്കലും സാധിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ വി സി കെക്ക് അവിടെ ഒരു മന്ത്രിപദവിയുണ്ട്, കോൺഗ്രസ്സിന് 2 പേരുണ്ട്, മുസ്ലിം ലീഗിന് 1 മന്ത്രിയുണ്ട്. അപ്പോൾ ഇവർ 3 പേരും വിട്ടുപോയി കഴിഞ്ഞു. ഇനി വിട്ടുപോകാതിരിക്കുന്നത് വൈക്കോയുടെ പാർട്ടിയാണ് എം ഡി എം കെ. പക്ഷേ എം ഡി എം കെ പോലും നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഡി എം കെയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് രണ്ട് കക്ഷികൾക്ക് 4 പേരാണ് മത്സരിച്ചിരുന്നത്. അതിൽ വിജയിച്ച 2 പേരും ഡി എം കെയുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. സ്വാഭാവികമായിട്ട് അവർക്ക് പോകാൻ കഴിയില്ല.
പിന്നെ ഉള്ളത് പ്രേമലത വളരെ ശക്തമായിട്ട് DMKയുടെ കൂടെ നിലയുറപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വിജയെ അതിശക്തമായിട്ട് വിമർശിച്ചു. വിജയ് തൻ്റെ ജ്യോതിഷിയെ ടീമിൽ ഉൾപ്പെടുത്തിയ തൻ്റെ സ്റ്റാഫ് അംഗമാക്കിയ സംഭവത്തിൽ അതിശക്തമായിട്ട് വിമർശിച്ച ഒരാളാണ് വിജയകാന്ത്. അവരാണ് ഇപ്പോൾ പാർട്ടിയുടെ കൂടെ ഉള്ളത്, DMKയുടെ കൂടെ ഉള്ളത്. അങ്ങനെ ചുരുക്കത്തിൽ DMK ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, DMK ഒറ്റപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ തിരഞ്ഞു പോയാൽ തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കേണ്ടി വരും. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം പോലെയല്ല തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത, എത്ര ചെറിയ കക്ഷിയാണെങ്കിലും അവർക്ക് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയോളം തന്നെ അധികാരവും ഒരു ധാർമ്മികമായിട്ട് അവർക്ക് വലിയ ശക്തി ആ മുന്നണിക്കകത്തുണ്ടായിരിക്കും. എത്ര ചെറിയ കക്ഷിക്കും ആ ഒരു ബലം ഉണ്ടായിരിക്കും. ഫോർവേഡ് ബ്ലോക്ക് പോലൊരു കക്ഷി അത്രയും അവർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ജനപിന്തുണ ഉണ്ടോയെന്ന് നമ്മൾ സംശയിക്കേണ്ട തരത്തിലുള്ള അത്രയും ചെറിയ കക്ഷിക്ക് UDFൽ കിട്ടുന്ന പരിഗണന നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെടും. ആ തരത്തിൽ ആണ് നമ്മുടെ നാട്ടിലെ LDF ആണെങ്കിലും UDF ആണെങ്കിലും മുന്നണി രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയം. തമിഴ്നാട്ടിൽ DMK ആണെങ്കിലും ADMK ആണെങ്കിലും മുന്നണിയിലുള്ള മറ്റ് കക്ഷികൾക്ക് ഒരിക്കലും ഉയർന്ന പദവികളിലേക്ക് എൻട്രി കൊടുക്കാറില്ല. അവരൊരു ഘട്ടത്തിലും അവരെ മന്ത്രിമാരാക്കിയിട്ടില്ല. VCKയുടെയോ കോൺഗ്രസിൻ്റെയോ MDMKയുടെയോ ഒന്നും ഒരു നേതാവ് അവിടെ മന്ത്രിയായിട്ടില്ല. കാരണം അവിടുത്തെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരിക്കലും അത് സാധിക്കില്ല. അത് ADMK അനുവദിച്ചിട്ടില്ല, DMK അനുവദിച്ചിട്ടില്ല. എന്നാൽ രണ്ടു കൂട്ടരും ഇവരെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ അവർ മടി കാണിച്ചിട്ടില്ല. വൈക്കോ, അതുപോലെ തിരുമാവളവൻ, VCKയുടെ തിരുമാവളവൻ ഒക്കെ രാജ്യസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി, ചീഫ് വിപ്പ് പദവി, അതുപോലെ ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങൾ, ഇതെല്ലാം കൊടുക്കാൻ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ മന്ത്രിയായിട്ട് അവരൊരിക്കലും മുന്നണിയിലെ ഘടക കക്ഷികളെ, ചെറിയ കക്ഷികളെ എടുക്കാറില്ല. ആ തരത്തിലുള്ളൊരു അംഗീകാരവും പദവിയും കൊടുക്കാറില്ല. ഈ ഒരു വിഷയത്തെയാണ് യഥാർത്ഥത്തിൽ TVK നേരിട്ടത്. TVK അതിസമർത്ഥമായിട്ട് ഇവർക്ക് മന്ത്രി പദവി കൊടുത്തതോട് കൂടിയിട്ട് തമിഴ്നാട്ടിലെ ഇന്ന് വരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ നില അങ്ങേയറ്റം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയം ഇന്ന് വരെയുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. DMK അധികാരത്തിൽ വന്നാലും ADMK അധികാരത്തിൽ വന്നാലും മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് വിലപേശൽ ശക്തി കൂടും. സോ അവർക്ക് മന്ത്രി പദവികളും മറ്റ് പദവികളും കൊടുക്കേണ്ടതായിട്ട് വരും. DMKയുടെ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒറ്റപ്പെടലിൻ്റെ അടിസ്ഥാനവും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ DMK തുടർന്നു പോകുന്ന നയങ്ങൾ അവരെ ഈ ഒറ്റപ്പെടലിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരള കോൺഗ്രസ് എമ്മിൽ നടന്ന ചർച്ചകൾ, പുറത്ത് പോകണം, UDFലേക്ക് പോകണം എന്നൊരു വിഭാഗവും പോകണ്ട എന്ന് മറ്റൊരു വിഭാഗവും തമ്മിലുണ്ടായ സംഘർഷം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിനെതിരെ ഉണ്ടായ വലിയൊരു ചെറുത്തുനിൽപ്പ്, LDFൽ നിന്ന് UDFലേക്ക് പോകുന്നതിനെതിരെ ഉണ്ടായ ഒരു ചെറുത്തുനിൽപ്പ് ധാർമ്മികത ഉന്നയിച്ചിട്ടുള്ള ചെറുത്തുനിൽപ്പായിരുന്നു. ഇത്രയധികം പദവികൾ, മന്ത്രി പദവികളടക്കം ഇത്ര ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഒരു അധികാരമാറ്റത്തിൻ്റെ സാധ്യത വരുന്ന ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു നിലപാട് എടുത്തുകൂടാ എന്ന ഒരു നിലപാട്, ഒരു ധാർമ്മികതയെ മുൻനിർത്തിയുള്ള നിലപാട് കേരള കോൺഗ്രസ് എമ്മിലെ പല നേതാക്കളും എടുത്തു. ഇത് പരാജയത്തിന് ശേഷം ആ നിലപാട് തുടരാൻ അവർക്ക് കഴിഞ്ഞു. നമ്മൾ ഇത്രയധികം ആനുകൂല്യങ്ങൾ ആസ്വദിച്ച ശേഷം, മന്ത്രിപദവി അടക്കം ആസ്വദിച്ച ശേഷം ഒരു പരാജയം നേരിട്ടപ്പോൾ മറുകണ്ഠം ചാടി എന്നത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്, അത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന ഒരു ധാരണയാണ് പാർട്ടിക്കകത്ത് ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു ധാരണ
തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ വലിയ പദവികളൊന്നും തന്നെ കക്ഷികൾക്ക് കൊടുക്കാറില്ല. അവരെ തുല്യനിലയിൽ പരിഗണിക്കുന്നത് വളരെ കുറവാണ്. ഈ ഒരു വ്യത്യാസം ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്റ്റാലിനെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മൈനോറിറ്റി സർക്കാരുകൾ ഭരിക്കുന്ന സമയത്ത് പോലും ADMK DMK ഒക്കെ മൈനോറിറ്റി സർക്കാരിനെ നയിച്ച സമയത്തുണ്ടായി. 2006 DMKയുടെ മൈനോറിറ്റി സർക്കാരായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഈ പിന്തുണ വാങ്ങി ഭരിക്കുമ്പോഴും ഒരിക്കൽ പോലും അവർ ഘടകകക്ഷികൾക്ക് മന്ത്രിപദവി കൊടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു വലിയ എന്താ പറയുക പ്രശ്നത്തിൽ സ്റ്റാലിന് വലിയ ദുഃഖം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൂടെ കോൺഗ്രസ് നടത്തിയ ചതിയെക്കുറിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസ് നടത്തിയ ആ ചതിയുടെ പിന്നാലെയാണ് മറ്റ് പാർട്ടികൾക്കും പോകേണ്ടി വന്നത്. കോൺഗ്രസ് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാത്ത ഒരു പാർട്ടിയാണ് തമിഴ്നാട്ടിൽ. അങ്ങനെയുള്ള ഒരു കക്ഷി കോൺഗ്രസ് തങ്ങളുടെ കൂടെയുള്ള എം എൽ എമാരുമായി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ TVKയുടെ മുന്നണിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഈ ഒരു ചതിയിൽ വലിയ ദുഃഖം സ്റ്റാലിൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ഏതായാലും ഈ ഘടകകക്ഷികളെ വെച്ചുകൊണ്ടുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള വിലപേശൽ നമുക്ക് ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടിയുള്ള വിലപേശലുകളുണ്ടാവും. ജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മന്ത്രി പദവികൾക്കും മറ്റു പദവികൾക്കും വേണ്ടിയുള്ള വിലപേശലുകൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ, കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലുള്ളതുപോലെ തന്നെ വലിയ വിലപേശലുകൾ നടക്കും. കൂടാതെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ VCKയെയും ലീഗിനെയും കോൺഗ്രസിനെയും എല്ലാം സ്വന്തം പാളയത്തിലെത്തിക്കാൻ സ്റ്റാലിന് കുറച്ചധികം വേർക്കേണ്ടിയും വരും. കാരണം അത്രയും വലിയ പദവികളാണ് ഇപ്പോൾ അവർ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ TVKയിൽ നിന്ന് വേർപെട്ടു പോരുക ഇനി വലിയ പ്രയാസമായിരിക്കും ആ കക്ഷികൾക്ക്. ചുരുക്കത്തിൽ തമിഴക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിരിക്കുന്നത്. സ്റ്റാലിൻ്റെ ഈ ഒറ്റപ്പെടൽ എത്ര നാൾ തുടരും എന്നത് വളരെ ആകാംക്ഷയോടെയാണ് തമിഴക രാഷ്ട്രീയം നോക്കിക്കൊണ്ടിരിക്കുന്നത്.